ചേട്ടാ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇത് ഇന്ന് 29-ാം തീയതി 29/7/2026 9:37 എപ്പോൾ ഇതാ രാത്രി വന്ന ഒരു ഡ്രൈവാണ് റാപ്പിഡോയിൽ. മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ അവിടെ ഞാൻ നിന്നപ്പോൾ SK ഹോസ്പിറ്റലിൽ നിന്ന് ഒരാളിനെ എടുത്ത് പാളയം ബസ് സ്റ്റോപ്പിൽ വിടണം എന്നുള്ളതാണ് ഓർഡർ. ഞാനങ്ങനെ പോവുകയാണ്. അപ്പോൾ ആ പോകുന്ന സമയത്ത് ഈ നമ്പറിൽ നിന്ന് ഒരുത്തൻ എന്നെ വിളിക്കുകയാണ്. ഈ നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് അവൻ എന്നോട് പറയുന്നതെന്ന് വെച്ചാൽ അവൻ്റെ ഭാര്യയാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അവരെ പിക്ക് ചെയ്തിട്ട് SKന്ന് പിക്ക് ചെയ്തിട്ട് അവൻ്റെ മിസ്സസ് അവൻ്റെ മാഡത്തിനെ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് പാളയത്ത് ഡ്രോപ്പ് ചെയ്യണം. ഇതൊക്കെ അവൻ സംസാരിക്കുന്ന ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഞാനും തിരിച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ട് അവൻ്റെ അടുത്ത്. അപ്പം അവരെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് അവൻ വിളിക്കുന്നത്. അവന് നമ്പർ ഒന്ന് കൊടുക്കാൻ പറഞ്ഞു, എൻ്റെ UPI നമ്പർ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ വിളിക്കുന്ന ഇതേ നമ്പർ തന്നെയാണ് UPI നമ്പർ, എന്നെ കോൺടാക്ട് ചെയ്ത സെയിം നമ്പറാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ആശാൻ അത് ടൈപ്പ് ചെയ്തിട്ട് എനിക്ക് പൈസ അയക്കാൻ പോവുകയാണ്, ബാക്കി പൈസ അവരെ ഏൽപ്പിച്ചാൽ മതി, 1200 രൂപ എനിക്ക് അയക്കുമെന്ന് കേട്ടു. ഓക്കെ, 1200 എന്ന് കേട്ടപ്പോഴേ എവിടെയോ ഒരു ഫംഗസ് പോലെ തോന്നി. പക്ഷേ എന്നിട്ട് നമ്മൾ കേൾക്കുകയാണ് അവൻ പറയുന്നത്, നമുക്ക് മുൻകൂട്ടിയൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്നിട്ട് അവൻ അയച്ച 1200 ഈ കിടക്കുന്നത്. ഈ മെസ്സേജ് നോക്കിയാൽ സ്വന്തം ഫോണിൽ നിന്ന് ടെക്സ്റ്റ് മെസ്സേജായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് എനിക്ക് ഇങ്ങോട്ട് അയച്ചിരിക്കുകയാണ് 1200 അവൻ അയച്ചെന്ന്. എന്നിട്ട് 2 മിനിറ്റിനുള്ളിൽ ആദ്യം ആ മെസ്സേജ് അയച്ച അവൻ ഉടനെ തന്നെ അടുത്ത എനിക്ക് ഇങ്ങോട്ട് പറയുകയാണ് അവനൊരു QR കോഡ് അയക്കുന്നുണ്ട്, അതിൽ അവൻ 1000 രൂപ തിരിച്ചങ്ങോട്ട് അയച്ചു കൊടുത്താൽ മതി, അവൻ്റെ വൈഫിന് കൊടുക്കണ്ട അല്ലെങ്കിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരി, ഓക്കെ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞവൻ ഓൾറെഡി അവൻ ആ കാശ് അയച്ചിട്ടുണ്ട്, എനിക്ക് എന്നോട് തിരിച്ചയക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു നീ എവിടെ കാശ് അയച്ചെന്ന് ചോദിച്ചു. അവിടെ തൊട്ട് പിന്നെ ഞാൻ ഹിന്ദിയിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ കട്ട് ചെയ്തിട്ട് പിന്നെ അവനെ വിളിച്ചിട്ട് അവൻ ഫോൺ എടുത്തിട്ടില്ല. അവൻ ആ ഡ്രൈവ് ക്യാൻസൽ ചെയ്തപ്പോൾ കിട്ടിയതാണ് ഈ 15 രൂപ. 1000 രൂപ നമ്മളെ പിഴിഞ്ഞ്, അതായത് എരന്ന് തിന്നുന്നവൻ്റെ മൂട്ടിൽ ഏണി വെച്ച് കയറി തുരന്ന് തിന്നാൻ നോക്കുന്ന ഏതോ ഒരുത്തൻ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. നിങ്ങൾക്കിതുപോലെ പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോ, ബാക്കിയുള്ളവരിലൂടെ പറഞ്ഞു കൊടുക്കുക.